പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊരു പ്രത്യേക വിഷയമാണിപ്പോൾ ധ്യാനിക്കുന്നത്. പിശാചിനോടുള്ള പോരാട്ടം. ഇത് സാധാരണക്കാർക്ക് അറിയില്ലാത്തതാണ്. സാധാരണക്കാർ അറിയാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിന് സമയമില്ല ആളുകൾക്ക്. അതാണ് ഒരു വിഷയം. ദൈവത്തെ അറിയാൻ നേരെ ഇല്ലാത്തടത്ത് പിശാചിനെ അറിയണമെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടെ സമയമില്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിലും അതിനാൽ നമ്മൾ ബാധിക്കപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമ്മൾ അതിനാൽ ബാധിക്കപ്പെടും. ഉദാഹരണമായിട്ട് പോളിയോ എന്ന രോഗത്തെക്കുറിച്ചോ അതിൻ്റെ വേദനയെക്കുറിച്ചോ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ അതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ അതിനാൽ ബാധിക്കപ്പെടും. നിങ്ങൾ അതിന് പിഴ കെട്ടേണ്ടി വരും. ഇതുപോലെ ചില വിഷയങ്ങൾ നമ്മൾ അറിഞ്ഞില്ലെന്നോർത്ത് നമുക്ക് രക്ഷപ്പെടാനൊന്നും നോക്കത്തില്ല. അതിൻ്റെ വേദന നമ്മൾ അനുഭവിക്കണം, അതിൻ്റെ പിഴ നമ്മൾ കെട്ടണം, അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കണം, നിശ്ചയമായിട്ടും അനുഭവിക്കണം. അതുകൊണ്ട് നമ്മൾ അറിയുന്നതാണ് നല്ലത് അറിയാതിരിക്കുന്നതിനേക്കാൾ. ചിലർ പറയുന്നതേക്കാൾ കൂടുതൽ അറിയാതിരിക്കുന്നത് നല്ലത്. അല്ല, തെറ്റാണത്. നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമ്മൾ അനർത്ഥത്തിൽ പോയി വീഴും. അറിഞ്ഞാൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാം. നോക്കൂ, യേശു തമ്പുരാൻ നമ്മളെ ഒരു വലിയ അനർത്ഥത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നു. കർത്താവ് പറയും, നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ? ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. എന്താ അങ്ങനെ പറയാൻ കാര്യം? നമുക്ക് നോക്കാം. സാക്ഷാൽ യേശു തമ്പുരാൻ ഈ ലോകത്തിൽ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ജീവിച്ച ഒരു കാലത്ത് ഈ പിശാച് യേശുവിൻ്റെ അടുത്ത് വന്നു. നിങ്ങളുടെ അടുത്ത് അവൻ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ശരീരം മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്നാൽ യേശുവിന് ആത്മാവ് കാണാൻ പറ്റും. മനുഷ്യൻ ശരീരം മാത്രമുള്ളവനല്ല. ശരീരവും ആത്മാവും മനസ്സും 3 ഘടകമുള്ളവനാണ്. മനസ്സ് എന്നെക്കുറിച്ചുള്ള ബോധം തരുന്നു. ശരീരം ലോകത്തെക്കുറിച്ചുള്ള ബോധം തരുന്നു. ആത്മാവ് ദൈവത്തെക്കുറിച്ചുള്ള ബോധം തരുന്നു. അപ്പം ദൈവത്തോട് ബന്ധപ്പെടാൻ ആത്മാവും, എന്നെക്കുറിച്ച് ബോധം തരാൻ എന്നോട് ബന്ധപ്പെടാൻ മനസ്സും, ലോകത്തോട് ബന്ധപ്പെടാൻ ശരീരവും. ഇതാണ് നമ്മുടെ ഘടന. പക്ഷെ ഞാൻ ശരീരത്തിലാണ് ജീവിക്കുന്നത്, മനസ്സിലുമല്ല ആത്മാവിലുമല്ല. ഈ മരണം കഴിയുമ്പോൾ ഈ ശരീരത്തിലുള്ള ജീവിതം അങ്ങ് മാറും. ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശരീരം വിട്ട് ക്രിസ്തുവിനോട് കൂടി ഇരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പൊതുവെ ആളുകൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് മരിക്കുന്നതോടുകൂടെ തീരുക എന്ന അല്ല. മരിക്കുമ്പോൾ ശരീരം വിടുക. ശരീരം വിട്ടാൽ ക്രിസ്തുവിനോടുകൂടെ വസിക്കാം, പിശാചിനോടുകൂടെ വസിക്കാം. ഒരിടത്തേക്ക് നമുക്ക് പോകാതെ പറ്റില്ല. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് സംഭവിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ പാളം മുറിഞ്ഞു കിടക്കുന്നു. ഇത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രെയിൻ നിർത്താം, അതിൽ നിന്ന് ഇറങ്ങാം. അതൊക്കെ അറിയാതിരിക്കുക നല്ലത്, അറിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷനാണ് എന്ന് നിങ്ങൾ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി ചെന്നാൽ ട്രെയിനോട് കൂടെ മറിഞ്ഞങ്ങ് വീഴും. മനുഷ്യൻ ആത്മാവുള്ളവനാണ്, ആത്മജീവിയാണ്, ഭൗതികനല്ല. മനുഷ്യനെന്ന് പറയുന്നത് അവൻ്റെ ആത്മാവാണ് വാസ്തവത്തിൽ. അപ്പോൾ ശരീരം വിട്ടാൽ നാം കർത്താവിനോട് കൂടിയാകാം, പിശാചിനോട് കൂടി. അപ്പോൾ ആത്മജീവിയായ പിശാച്, ശരീരമില്ലാത്ത പിശാച് യേശുവിൻ്റെ അടുക്ക് നേരിട്ട് വന്നു. യേശുവിന് ആത്മാക്കളെ കാണാൻ കണ്ണുണ്ട്. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ വിശദമാക്കാം. യേശുവിൻ്റെ അടുക്കൽ ഒരു ഭ്രാന്തൻ വന്നു. ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ ചങ്ങലയിലിട്ടാൽ ചങ്ങല പൊട്ടിക്കും. അതൊരു പക്ഷേ സാധാരണക്കാർ വിശ്വസിക്കില്ലായിരിക്കും. ഭ്രാന്തന് ഒരു 10 മനുഷ്യനേക്കാൾ ശക്തി കൂടുതലാണ്. അവന് വേറെ അസുഖങ്ങളൊന്നുമില്ല. അവനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അവൻ ആരെയും തകർക്കും. അസാധാരണ പ്രവൃത്തികൾ ചെയ്യും. എന്താ സംഗതി? അത് മാനസിക വൈകല്യം മാത്രമല്ല, അവനിൽ ഒരു പൈശാചി ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. ആ ആത്മശക്തിയാണ് ഈ കാണിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഭ്രാന്തൻ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും അവൻ്റെ മുഖം, കണ്ണ്, മൂക്ക്, മീശ, കയ്യ്, കാല്, ഷർട്ട്, പാൻ്റൊക്കെയാണ് കാണുന്നത്. യേശു അവൻ്റെ അകത്തെ സ്പിരിറ്റ് കണ്ടു. എന്നിട്ട് പറഞ്ഞു, അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ടുപോകാൻ പറഞ്ഞു. പെട്ടെന്ന് അവൻ താഴെ വീണു. അവനെ ബന്ധിച്ചിരുന്ന അശുദ്ധാത്മാവ് വിട്ടുപോയി. അവന് ബോധം വന്നു. ഇതാ യേശുവിൻ്റെ വ്യത്യാസം. അപ്പം യേശുവിന് ആത്മാക്കളെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ ഉണ്ടല്ലോ, ഈ ചതിയൻ പിശാച്
യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. യേശുവിന് അവന് ആ വ്യക്തിയെ കാണാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റുകയില്ല. നമ്മുടെ അടുത്തൊക്കെ വരുന്നുണ്ട്, നമ്മളെ ഓരോ കെണിയിലൊക്കെ ചാടിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ കിടന്ന് കരയുകയും സോറി പറയുകയും വിഷമിക്കുകയും തിരിച്ചു വരികയും ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞൊക്കെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമുക്കിവനെ കാണാൻ പറ്റില്ല. നമ്മൾ കാണുന്ന ആരെയാ? നമ്മുടെ മനുഷ്യരെയൊക്കെയാണ്. ഈ മനുഷ്യരെ പിടിച്ച് നമ്മുടെ മേത്തേക്ക് തള്ളി വിട്ടത് ഇവനാ. മനുഷ്യരുമായിട്ട് നമ്മൾ വഴക്കുണ്ടാക്കേണ്ടി വരുന്നതിൻ്റെ എല്ലാം പുറകിൽ പിശാചുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദപുസ്തകം അങ്ങനെ പറയുന്നു. വേദപുസ്തകം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, പൈശാചിക ശക്തികളോടാണ്. എഫേസ്യർ 6-ാം അധ്യായം. നമുക്ക് യുദ്ധമുള്ളത്, നമുക്ക് സമരമുള്ളത്, നമുക്ക് പോരാട്ടമുള്ളത് മാംസരക്തങ്ങളോടല്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ കാരണം പിശാച്, അതിനോടാണ് യുദ്ധമുള്ളത്. ഇത് ആളുകൾ അറിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മുടെ വിഷയം, യേശു എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ സഞ്ചരിച്ച സമയത്ത് എൻ്റെ നിങ്ങളെയും ദിനംതോറും വലയ്ക്കുന്ന, ചതിക്കുന്ന, കുഴയ്ക്കുന്ന ആ പിശാച്, സാക്ഷാൽ ആ പിശാച് ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ അടുക്ക് വന്ന ആ പുള്ളി ഈശോ മിശിഹായുടെ അടുക്ക് വന്നു. യേശു എന്തിനാ ലോകത്തിൽ വന്നേ? മനുഷ്യനെ രക്ഷിക്കാൻ. മനുഷ്യനെ ആരാ ചതിച്ചത്? പിശാച്. പാപം അങ്ങനെയാണ് വന്നത്. അങ്ങനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് പാപത്തിലും മരണത്തിലും വഞ്ചനയിലും അകപ്പെട്ട മനുഷ്യ കുടുംബത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ദൈവീകത്വത്തിലേക്ക്, ദൈവവ്യവസ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് യേശു തമ്പുരാൻ ലോകത്തിൽ വന്നു. യേശു തമ്പുരാൻ അതിനു വേണ്ടി വന്നത് എങ്ങനെയാണ്? സാക്ഷാൽ മനുഷ്യനായിട്ട് വന്നു. അതെന്തിനാ? വ്യക്തമാക്കാം. മനുഷ്യൻ പിശാചിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടതാണ് മനുഷ്യ കുടുംബത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം. അതേ പിശാചിൻ്റെ മുൻപിൽ പൂർണ്ണ മനുഷ്യനായി വന്ന് ജയിക്കാനായി യേശു വന്നത്. നോക്കൂ, യേശു പൂർണ്ണ മനുഷ്യൻ. ഭക്ഷണം കഴിക്കുന്നവൻ, വിശക്കുന്നവൻ, ഉറങ്ങുന്നവൻ, വസ്ത്രം ധരിക്കുന്നവൻ, കരയുന്നവൻ, ചിരിക്കുന്നവൻ, സാധാരണ മനുഷ്യൻ. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശു ക്രിസ്തു സാധാരണ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ വന്നു. അവൻ എന്നെയും നിങ്ങളെപ്പോലെ തന്നെ പിശാചിൻ്റെ പരീക്ഷകളെ അതിജീവിക്കേണ്ടി വന്നു. നോക്കൂ, പരീക്ഷകൻ അടുത്തു വന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പരീക്ഷകൻ അടുത്തു വന്നു. നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. എന്താ വിഷയം? വിവരിക്കാം. അതിനെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഒരു ന്യായമായ ആവശ്യം, ഒരു തെറ്റായ മാർഗം. ഇതാ പിശാചിൻ്റെ ടെക്നിക്ക്. പിശാച് ഇവിടെ അഴിമതിയൊന്നും പറഞ്ഞില്ല, അനീതിയൊന്നും പറഞ്ഞില്ല, അക്രമമൊന്നും കാണിച്ചില്ല, അധികപ്രസംഗമൊന്നും പറഞ്ഞില്ല, ബഹളമൊന്നും വെച്ചില്ല, കയ്യേറ്റം ചെയ്തില്ല, അതിക്രമിച്ചില്ല, ഉപദ്രവിച്ചില്ല. ഒരു ന്യായമായ ആവശ്യം, ഒരു തെറ്റായ മാർഗം. ഇതാ അവൻ്റെ മെത്തേഡ്, അവൻ്റെ അവതരണ രീതി. ശ്രദ്ധിക്കൂ. യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് അവൻ പറയാ, നിനക്ക് വിശക്കുന്നില്ലേ? ഉണ്ടല്ലോ. യേശു നന്നായിട്ട് വിശന്നിരിക്കുക. അപ്പം അവൻ മനുഷ്യനാണ്, അവൻ പൂർണ്ണ മനുഷ്യനാണ്. അപ്പോൾ ഒരു ന്യായമായ ആവശ്യമാണ് വിശപ്പ് അല്ലെങ്കിൽ ഭക്ഷണം, അല്ലേ? അപ്പോൾ ഒരു ന്യായമായ ആവശ്യം ഇവൻ എടുത്തുയർത്തിക്കാട്ടി. 2, ഒരു തെറ്റായ മാർഗം അത് നേടാൻ. പൊതുവെ സമൂഹത്തിൽ പറച്ചിലുണ്ട്, ഉദ്ദേശം നല്ലതാണെങ്കിൽ മാർഗം തെറ്റിയാലും കുഴപ്പമില്ല. ലക്ഷ്യം നല്ലതല്ലേ, അതുകൊണ്ട് മാർഗം തെറ്റിയാലും കുഴപ്പമില്ല. അതുതന്നെയാണ് സകല വിഷയത്തിൻ്റെയും കാരണം. അതായത് പാവപ്പെട്ടവർക്ക് 10 വീട് വെച്ച് കൊടുക്കുന്ന ആളാണെങ്കിൽ കള്ളനോട്ടടിച്ച് കാശുണ്ടാക്കിയാലും എന്നാ കുഴപ്പം? കാരണം ലക്ഷ്യം നല്ലതല്ലേ, മാർഗമല്ലേ മോശമായുള്ളൂ. വീരപ്പൻ മാർഗം മോശമാണ്, ലക്ഷ്യം നല്ലതാണെന്നാണ് പറയുന്നത്. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. മാർഗം മോശമാണ്, ആളുകളെ കൊല്ലുക, അതാ പുള്ളിയുടെ മാർഗം. അത് മോശമാണ്. പക്ഷെ ബൈബിൾ, യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് ലക്ഷ്യവും മാർഗവും വിശുദ്ധമായിരിക്കണം. ഒരു നല്ല ലക്ഷ്യം, അത് നേടാൻ വേണ്ടി ഒരു മോശം വഴി എടുക്കരുത്, നല്ല വഴി എടുക്കണം. ഒരു നല്ല ലക്ഷ്യം, അത് സാധിക്കാൻ വേണ്ടി ഗുണ്ടായിസം, ഈ നാട്ടിൽ നീതി സ്ഥാപിക്കാൻ വേണ്ടി
നല്ല മാർഗത്തിലൂടെ നീതി സ്ഥാപിക്കാൻ പറ്റാത്തത് കൊണ്ട് കൊലപാതകത്തിലൂടെ സാധിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അല്ലേ. ധനവാനാകുക, ആരെ ഉപദ്രവിക്കാതെയൊക്കെ ജീവിക്കണം, അതിന് ഇച്ചിരി കാശുണ്ടാക്കണം, ഓക്കെ, അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുക. ആ വഴി വിശുദ്ധമായിരിക്കണോ? വേണ്ട. ചുരുക്കി പറയട്ടെ, ഇത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. നോക്കൂ, നിനക്ക് വിശക്കുന്നില്ലേ? ഉണ്ടല്ലോ. എങ്കിൽ ഞാനൊരു വഴി പറയാം. ഈ കിടക്കുന്ന കല്ലിനോടെല്ലാം അപ്പമാകാൻ പറ. ആരോടാകും പറയുന്നത്? സാക്ഷാൽ യേശുക്രിസ്തുവിനോട്. യേശുക്രിസ്തു പറഞ്ഞ സംഭവിക്കും കേട്ടോ. കല്ലിനോടല്ല, കല്ലിനോട് അപ്പാകാൻ പറഞ്ഞാൽ കല്ലാവുമെന്ന് മാത്രമല്ല, നിങ്ങളോട് കല്ലാകാൻ പറഞ്ഞാൽ നിങ്ങൾ കല്ലാവും. കല്ലിന് ജീവൻ വെക്കാൻ പറഞ്ഞാൽ ജീവൻ വെക്കും. അവൻ സൃഷ്ടാവല്ലേ, അവൻ ശക്തനായ ദൈവമല്ലേ. അവനോട് പിശാച് പറയുകയാണ്, നിനക്ക് വിശക്കുന്നില്ലേ? ഉണ്ട്. എങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറ. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ നിങ്ങളൊരു ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ഗ്രഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വളരെ വിനയത്തോടെ പറയട്ടെ, പിശാച് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കേട്ട യാതൊരു പിശകും തോന്നത്തില്ല. അതിൻ്റെ പുറയിലെ കള്ളനെ പിടിക്കാൻ പറ്റാതെ വണ്ണുള്ള ടെക്നിക്കാണ് അവൻ അവതരിപ്പിക്കുന്നത്. ഒരു ന്യായമായ ആവശ്യം, ഒരു വളഞ്ഞ വഴി. മനുഷ്യൻ, പൂർണ്ണ മനുഷ്യനായ യേശുവിനോട് പറയുകയാണ്, വിശക്കുമ്പം അത്ഭുതം കാണിച്ച് അപ്പം തിന്നു, ടെക്നിക്കിലൂടെ കാശുണ്ടാക്കിക്കൂ, അധ്വാനിക്കണ്ട. നിനക്ക് വിശക്കുന്നില്ലേ? ഈ കല്ലിനോട് അപ്പം ആകാൻ പറ. അതൊരു ന്യായമായ രീതിയല്ല. യേശു തമ്പുരാൻ അങ്ങനെ ചെയ്താൽ മനുഷ്യരുമൊക്കെ അങ്ങനെ ചെയ്യണ്ടേ? മനുഷ്യൻ എങ്ങനെ അപ്പം കഴിക്കണമെന്ന് യേശു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നീ കഠിനാധ്വാനം ചെയ്ത് നിന്റെ മുഖത്തെ വിയർപ്പോടു കൂടെ നീ അപ്പം ഭക്ഷിക്കണം എന്ന് വചനത്തിലുണ്ട്. മറ്റൊരിടത്ത് ജോലി ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കരുതെന്ന് എഴുതിയിട്ടുണ്ട്. ഒരു കൂട്ടം അലസന്മാരെ സൃഷ്ടിക്കുന്ന പുസ്തകം അല്ലിത്, അധ്വാനിക്കുന്നവരെ സൃഷ്ടിക്കുന്ന പുസ്തകമാണ്. അപ്പം വേദപുസ്തകത്തിൽ ആത്മീയ സത്യങ്ങളും സ്വർഗരാജ്യവും ഒക്കെ ഉണ്ട്. അത് വിഷയമായിരിക്കുമ്പോൾ തന്നെ ഭൗതിക കാര്യങ്ങൾക്ക് കറക്റ്റായ ഒരു റൂട്ടുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട് ഈ പുസ്തകത്തിൽ. ശ്രദ്ധിക്കൂ, നിനക്ക് വിശക്കുന്നുണ്ടോ? ഈ കല്ലിനോട് അപ്പാകാൻ പറ. യേശു കല്ലിനോട് പറഞ്ഞു എന്നിരിക്കട്ടെ, അവിടെ കിടക്കുന്ന കല്ലും കഷ്ണങ്ങളെല്ലാം വെള്ള കല്ലുകളാണ് ആ നാട്ടിലേത്. കല്ല് ദൂരെ നിന്ന് കണ്ടാൽ അപ്പാന്ന് തോന്നിപ്പോ, അത്ര നല്ല കല്ല. ആ കല്ലിലോട്ട് നോക്കിയിട്ട് ഈ കല്ലുകൾ ഇപ്പോൾ അപ്പമായി തീരട്ടെ എന്ന് സാക്ഷാൽ മശിഹ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ 100% വിശ്വസിക്കുന്നു, ആ കല്ല് മുഴുവൻ അപ്പമായി പോകും, ബ്രെഡായിട്ട് മാറും അത് മുഴുവനും. അങ്ങനെ നാട്ടിലുള്ള സകല റൊട്ടിക്കടകളും ബേക്കറികളും അടച്ചുപൂട്ടും. കാരണം റോഡ് മുഴുവൻ ബ്രെഡാവും. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതല്ല, അതിനേക്കാൾ വലുത് നടക്കും. കാരണം യേശുവാണ് പറഞ്ഞത്. മരിച്ച് 4 ദിവസം കഴിഞ്ഞ ലാസറിൻ്റെ ശവക്കുഴിയുടെ കരയ്ക്ക് നിന്നുകൊണ്ട് യേശു പറഞ്ഞു, ലാസറെ പുറത്തു വാ. പറഞ്ഞത് ആരോടാ? ചീഞ്ഞ് നാറുന്ന ശവത്തോടോ? അല്ല, ഈ ബോഡി ഈ 40 വർഷം വരെ ഉപയോഗിച്ചിരുന്ന ആത്മാവിനോടാണ് യേശു പറഞ്ഞത്. ഈ ചീഞ്ഞ ശരീരം പറഞ്ഞാൽ കേൾക്കത്തില്ല. പക്ഷെ ശരീരം ആത്മാവ് അപ്പുറത്തുണ്ട്. ആ ആത്മാവ് വന്ന് ശരീരത്തിൽ ആവസിച്ച് തിരിച്ചു കയറി വന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. യോഹന്നാൻ 11. ആ യേശുവിനോട് പിശാച് പറയുക, നിന്റെ വിശപ്പ് മാറ്റാൻ നീ കല്ലിനോട് പറ. 2 തടസ്സങ്ങൾ, 2 നിയമലംഘനങ്ങൾ പിശാച് അതിനകത്ത് മറച്ചു വെച്ചിട്ടുണ്ട്. 1, മനുഷ്യൻ കുറുക്കുവഴികളിലൂടെ നേട്ടമുണ്ടാക്കരുത്. അതാണ് ഒന്നാമത്തെ ഒളിച്ചു വെച്ച അമ്പ്. അപ്പം ഇതങ്ങ് ചെയ്താൽ അല്ലെങ്കിൽ തന്നെ കല്ല് അപ്പമാക്കാനുള്ള പരിപാടിയാണ് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. ഞാൻ വിവരിച്ചാൽ ഒരു പക്ഷേ ആളുകൾക്ക് വേദനയാവും. ജോലി ചെയ്യാതെ, അധ്വാനിക്കാതെ കല്ല് അപ്പമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വലിയ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതാണ് പത്രത്തിൽ കാണുന്ന സംഭവങ്ങളൊക്കെ. ഒരു കൂട്ടം ആളുകളെ 3-4 പേര് കൂടി പറ്റിച്ചു, കല്ല് അപ്പമാക്കുക അവര്. എൻ്റെ നിങ്ങളുടെ കയ്യിലുള്ള പണം പിരിച്ചെടുത്ത് നിങ്ങളെ പണക്കാരനാക്കാവെന്നും പറഞ്ഞ് അവരിറങ്ങി തിരിച്ചിട്ട് 2 കൊല്ലം കൊണ്ട് അവർ പണക്കാരാകുന്നു, നിങ്ങൾ ദരിദ്രരാകുന്നു.
അവരുടെ കല്ല് അപ്പമായി, നിങ്ങളുടെ അപ്പം കല്ലുമായി. മനസ്സിലായി കാണുമല്ലോ. ഇതാണ് പിശാച് വെച്ച ടെക്നിക്ക്. ഈ തന്ത്രങ്ങളുടെ എല്ലാം പുറകിൽ പിശാചാണ്. സകല മനുഷ്യരെയും ഇതിനകത്ത് വീഴിക്കുന്നത് പിശാചാണ്. കണ്ടോ, യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഒന്നാമത്തെ തന്ത്രം, ഈ കല്ല് അപ്പമാക്കട്ടെ. ഒരു ചെലവുമില്ല. കല്ല് അപ്പമാക്കുക, കടലാസ് നോട്ടാക്കുക. കള്ളനോട്ട്, നോട്ടിൻ്റെ വലിപ്പത്തിൽ കടലാസ് വെട്ടുക, എന്നിട്ടത് നോട്ടാകട്ടെ എന്ന് പറയുക. ലളിതമായ മാർഗത്തിലൂടെ, കുറുക്കു വഴികളിലൂടെ നേട്ടങ്ങൾ കൊയ്യുവാൻ യേശുവിനെ പ്രലോഭിപ്പിച്ചു. എത്ര ഭയങ്കരമല്ലേ? രണ്ടാമത്തെ ഒളിയമ്പ്, രണ്ട് ചതി അതിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. രണ്ടാമത്തെ ചതി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി അത്ഭുതം ചെയ്യുന്നവനല്ല യേശു. യേശു അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒറ്റ അത്ഭുതം പോലും അവന് വേണ്ടി ചെയ്തിട്ടില്ല. അവന് വേണ്ടി ചെയ്യാന്ന് ഞാൻ പറഞ്ഞാൽ, യേശുവിനെ പിടിക്കാൻ വന്നപ്പോഴത്തിന് ആൾമാറാട്ടം നടത്താം അല്ലേ? യേശുവിന് ആൾമാറാട്ടം നടത്താൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? യേശുവിന് ആൾമാറാട്ടം നടത്താൻ ബുദ്ധിമുട്ടുണ്ടോ? യേശുവിന് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. വാതിലുകൾ അടച്ചിരിക്കെ കതക് തുറക്കാതെ നടുവിൽ വന്ന് നിന്ന യേശുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് കഥയല്ല, നടന്ന സംഭവമാണ്. ആ യേശുവിനെ ഈ യഹൂദ പോലീസുകാർ പിടിക്കാൻ വന്നപ്പോൾ പുക പോലെ അങ്ങ് പോയ ഇവരെങ്ങനെ പിടിക്കും? അപ്പോൾ അവൻ അമാനുഷ്യനായി പോവും, അതിമാനുഷ്യനായി പോവും. അവൻ പൂർണ്ണ മനുഷ്യനായിട്ടായി ലോകത്തിൽ വന്നത്. അവന് വേണ്ടി യാതൊരു അത്ഭുതവും ചെയ്തിട്ടില്ല. അവൻ ചെയ്ത അത്ഭുതം മുഴുവനും നമുക്ക് വേണ്ടി ചെയ്തതാണ്. ഒന്നാമത്തെ അത്ഭുതം ഏതാ? ഒന്നാമത്തെ അത്ഭുതം, ഒരു കല്യാണ വീട്ടിലെ ബുദ്ധിമുട്ട് തീർത്തു കൊടുത്തു. കല്യാണ വീട്ടിൽ പെട്ടെന്ന് ഭക്ഷണം തികഞ്ഞില്ല. യേശു ഒരു അത്ഭുതം അവിടെ ചെയ്തു. കാരണം അവിടെ അതേ അപ്പം നടക്കുള്ളൂ, അവിടെ വേറൊരു മാർഗ്ഗമില്ല. യേശു അവിടെ അത്ഭുതം ചെയ്യാൻ വന്നതല്ല, യേശു കല്യാണം കൂടാൻ വന്നതാണ്. പക്ഷെ പാവപ്പെട്ട ആളുകളുടെ നിലവിളി കണ്ടപ്പോൾ അവർ ചെന്ന് യേശുവിൻ്റെ അടുക്ക് കരഞ്ഞപ്പോൾ, ശരി, നിങ്ങളുടെ കഷ്ടത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് അവരോട് തന്നെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ കുറച്ച് വെള്ളം കോരിയെടുക്കുക. വെള്ളവും ഒക്കെ ഉണ്ടാക്കാൻ കർത്താവിന് അറിയാമെങ്കിലും പ്രവർത്തിക്കുന്ന രീതി കണ്ടോ? അവരുടെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടി ഒരല്പം വെള്ളം വീഞ്ഞാക്കി കൊടുത്തു. വിഷയം തീർന്നു. യേശു അവിടുന്ന് പോയി. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോൾ ഒരു കുഷ്ഠരോഗി വഴിയിലിരുന്ന് കരഞ്ഞു. ഓക്കെ, കർത്താവ് ചെന്ന് അവനെ തൊട്ടു, സൗഖ്യമാക്കി. പക്ഷെ എല്ലാ കുഷ്ഠരോഗികളെയും സൗഖ്യമാക്കിയില്ല. കുറച്ചുകൂടി അങ്ങോട്ട് പോയപ്പോൾ ഒരു അന്ധനൻ വഴിയിലിരുന്ന്, എൻ്റെ ദാവീദ് പുത്രാ, യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശു അവനെ കൈവച്ചു, അവനെ കണ്ണു തുറന്നു. എന്നാൽ പിറ്റേ ദിവസം ഈ നാട്ടിലുള്ള മുഴുവൻ അന്ധന്മാരും പോരട്ടെ, ഞാൻ കണ്ണു തുറക്കാം. യേശു പറഞ്ഞില്ല. അവൻ അങ്ങനെയൊന്നും അത്ഭുതങ്ങൾ ചെയ്യാൻ വന്നില്ല. പക്ഷെ മനുഷ്യന്റെ സങ്കടത്തിൽ അവൻ സഹായിച്ചു. അവൻ്റെ വേദനയിൽ അവൻ മനസ്സലിഞ്ഞു. ശ്രദ്ധിക്കുക, അവനവന് വേണ്ടി ഒരു അത്ഭുതവും ചെയ്തില്ല. പിശാചിൻ്റെ ഈ പരീക്ഷയ്ക്കകത്ത് രണ്ടൊളിയമ്പുകൾ, ഒരു ഐഡിയ. ഒന്നാമത്തെ ഐഡിയ എന്ന് ഞാൻ പറഞ്ഞത്, ആശയം എന്ന് പറഞ്ഞത് ഇതാണ്. ഒരു ന്യായമായ ആവശ്യമല്ലേ നിൻ്റേത്? അതെ. ഒരു ചെറിയ വഴി വിട്ട മാർഗം ഉപയോഗിച്ചെന്നോർത്ത് കുഴപ്പമുണ്ടോ? ആവശ്യം ന്യായമല്ലേ? ഇതാണ് പരീക്ഷ. ഇത് തന്നെ നമ്മുടെ മുമ്പിൽ വരുന്നത്. നിൻ്റെ ആവശ്യം നിൻ്റെ മോളെ കെട്ടിക്കുക എന്നുള്ളതല്ലേ? അതിനൊരു ചെറിയ വളഞ്ഞ വഴി ഉപയോഗിച്ചെന്നോർത്ത് എന്താ കുഴപ്പം? നിൻ്റെ ആവശ്യം നല്ലതല്ലേ? അതേ, ആവശ്യം നല്ലതാണ്. ഈ രാജ്യത്ത് നീതി നടക്കണം, ഈ അഴിമതിയൊക്കെ മാറണം. അതിനൊരു ചെറിയ വളഞ്ഞ വഴി എന്തെങ്കിലും ചെയ്തോളൂ. കണ്ടോ, ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. ഇതാണ് പിശാചിൻ്റെ പരീക്ഷ. ന്യായമായ ആവശ്യം, ചെറിയ വളഞ്ഞ വഴി. വലിയ വളവൊന്നുമില്ല, ചെറിയ വളവ്. കല്ല് അപ്പമാക്കുക. അതിനകത്ത് മറഞ്ഞിരിക്കുന്ന രണ്ട് ഒളിയമ്പുകളുണ്ട്, രണ്ട് ചതിയുണ്ട്. ഒന്ന്, അധ്വാനിക്കാതെ കുറുക്കു വഴികളിലൂടെ നേട്ടങ്ങളുണ്ടാക്കുക. രണ്ട്, തനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന യേശുവിനെ സൃഷ്ടിക്കുക. ഈ രണ്ട് ഒളിയമ്പുകളും യേശു മനസ്സിലാക്കി. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ വഴി വന്നത്. ദൈവം അതിനെ ധ്യാനിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്കിത് പഠിക്കാൻ ഒരു അവസരമായിട്ട് ഉപയോഗിക്കാം. ഈ വിഷയം യേശുവിൻ്റെ മുമ്പിൽ വന്നു.
യേശു എന്താ മറുപടി പറഞ്ഞത്? വളരെ മനോഹരമായ മറുപടിയാണ്. നമുക്കൊന്നുകൂടെ ശ്രദ്ധിക്കാം. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നെന്ന് എഴുതിയിരിക്കുന്ന ഉത്തരം പറഞ്ഞു. കേട്ടോ, യേശു ഇതിന് ഉത്തരം പറഞ്ഞത് എന്താ? യേശു ഇതിന് ഉത്തരം പറഞ്ഞത് ബൈബിളിലെ ഒരു വചനമാണ്. എവിടെ എഴുതിയിരിക്കുന്നു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ ഇന്നത്തെ ചിന്തയുടെ ഒടുവിലേക്ക് വരുന്നു. പിശാചിൻ്റെ പരീക്ഷയ്ക്ക് യേശു കൊടുത്ത മറുപടി ദൈവവചനമാണ്. ഏതാ വചനം? ആവർത്തന പുസ്തകം 8-ാം അധ്യായം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം ഈ പറഞ്ഞ വാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. വാക്യം 3, ആവർത്തന പുസ്തകം 8:3. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നിന്നെ ഈ വിധത്തിൽ കഷ്ടതയിലൂടെ നടത്തി. ആവർത്തനം 8:3. ആ വാക്യം യേശുതമ്പുരാനെടുത്ത് പിശാചിനോട് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവവചനം ഓർമ്മയുണ്ടെങ്കിലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ ചില പാഠങ്ങൾ പഠിച്ചേ പറ്റൂ. 1, പിശാചിന് ദൈവവചനം അറിയാം. 2, പിശാച് ദൈവവചനത്തെ ഭയപ്പെടുന്നു. 3, പിശാചിനോട് എതിർക്കണമെങ്കിൽ, പിശാചിൻ്റെ പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ദൈവവചനം ഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിക്കണം. എന്താ നമ്മുടെ വിഷയം? ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. പിശാചിൻ്റെ പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? ദൈവവചനത്തിലേക്ക് വരിക. ദൈവവചനം നന്നായി മനസ്സിലാക്കി അതുപോലെ ജീവിക്കുന്നൊരു മനുഷ്യനെ പിശാചിന് ചതിക്കാൻ പറ്റില്ല. പിശാചിൻ്റെ ചതിയിൽ നിന്നും, പിശാചിൻ്റെ വഞ്ചനയിൽ നിന്നും, പിശാചിൻ്റെ ക്രൂരമായ പദ്ധതികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവവചനം വായിക്കണം പോരാ, പഠിക്കണം പോരാ, ധ്യാനിക്കണം, ഹൃദയസ്ഥമാക്കണം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 119-ാം സങ്കീർത്തനം 115-ാം വാക്യം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ കെണിയിലും കുഴിയിലും ചതിയിലും വീഴാതിരിക്കുവാൻ നിന്റെ വചനം എനിക്ക് ലൈറ്റായിട്ട് നിൽക്കുന്നു, എനിക്ക് പ്രകാശം തരുന്നു. വചനം വായിക്കുകയും വചനം പഠിക്കുകയും വചനപ്രകാരം ജീവിക്കുകയും ചെയ്യുന്നവനെ പിശാചിന് വലയ്ക്കാൻ പറ്റില്ല എന്ന് യേശു തമ്പുരാൻ കാണിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും പിശാചിനെ നേരിട്ടു. പിശാചിനെ നേരിട്ട് തോൽപ്പിച്ചു. പിശാചിനെ നേരിട്ട് തോൽപ്പിച്ചു. എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ കുറുക്കു വഴികളുമായിട്ട്, ചതിക്കുഴികളുമായിട്ട് വരുന്നവനാണ് പിശാച്. നമുക്കവനെ കാണാൻ പറ്റില്ല. കാരണം അവൻ ശരീരത്തിലല്ല വരുന്നത്, അവൻ ആത്മാവിലാണ് സഞ്ചരിക്കുന്നത്. അവൻ ഇടപെടുന്നത് നിങ്ങളുടെ ശരീരത്തോടല്ല, നിങ്ങളുടെ മനസ്സിനോടാണ്. നിങ്ങളുടെ മനസ്സിലാണ് അവൻ്റെ പോരാട്ടം മുഴുവൻ നടക്കുന്നത്. സകല യുദ്ധവും മനസ്സിലാണ്, സകല പാപവും മനസ്സിലാണ്, സകല തന്ത്രങ്ങളും നമ്മുടെ മനസ്സിനകത്ത് കുത്തിവയ്ക്കും. നിങ്ങളുടെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നത്, നിങ്ങളെ കുഴയ്ക്കുന്നത്, നിങ്ങളെ തകർക്കുന്നത്, നിങ്ങളെ നിരാശനാക്കുന്നത്, നിങ്ങളുടെ കുടുംബത്തെ കലഹമുണ്ടാക്കുന്നത് പിശാചാണ്. പിശാചാണ്, ഇത് മനസ്സിലാക്കുക. പിശാചാണ്. എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും സൃഷ്ടിക്കുന്ന പിശാചാണ്. ഞാൻ ഇതിന് കീഴ്പ്പെടത്തില്ല, ഞാൻ പിശാചിന് കീഴ്പ്പെടത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാനതിനെ കീഴ്പ്പെടുത്തുമെന്ന് നീ പറയണം. മാർഗം എന്താണ്? 2 മാർഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചത്. 1, പ്രാർത്ഥന. 2, വചനം. ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു. എന്താണത്? ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ എന്ന് നീ പ്രാർത്ഥിക്കണം. അതിനെക്കുറിച്ച് വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ച് കേൾപ്പിക്കാം. പ്രാർത്ഥന. പിശാചിൻ്റെ പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥന എന്ന ആയുധം വളരെ മൂർച്ചയുള്ള ആയുധമാണ്.
അത് നിങ്ങളെ മനസ്സിലാക്കി തരുവാൻ ഒരു വചനം കൂടെ കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. മത്തായി സുവിശേഷം 26-ാം അധ്യായം 42-ാം വാക്യം നമുക്ക് നോക്കാം. അതായത് പേജ് നമ്പർ 30. പിശാചിൻ്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നാമത്തെ ആയുധം പ്രാർത്ഥന. മത്തായി സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അതെ, പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പ്രാർത്ഥന. 2, പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം വചനം. പിശാച് വളരെ ഉയർന്ന ബുദ്ധിപരമായ ചിന്തയുമായിട്ട് യേശുനാഥൻ്റെ അടുക്ക വന്നു. യേശു വേറൊന്നും പറഞ്ഞില്ല. യേശു പറഞ്ഞു, ദൈവവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ തന്ത്രം ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു.